തിരുവനന്തപുരത്ത് ഗുണ്ടാ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. കണ്ണമ്മൂല സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ആക്രമണ കാരണം. വിഷ്ണുവിൻ്റെ അമ്മ ബിന്ദു, അച്ഛൻ്റെ സഹോദരി ലൈല എന്നിവർക്കും ഗുണ്ടാക്രമണത്തിൽ പരിക്കേറ്റു. ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ടുപേരുടെയും നില ഗുരുതരമാണ്. സംഭവത്തിൽ കണ്ണമ്മൂല സ്വദേശിയായ ലല്ലു എന്നയാൾ പിടിയിലായി. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 6 വരെ BJP ഹർത്താൽ പ്രഖ്യാപിച്ചു. കണ്ണമ്മൂല പുത്തമ്പാലം സ്വദേശി വിഷ്ണുവാണ് ഗുണ്ടാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വിഷ്ണുവിന്റെ അമ്മ ബിന്ദു, പിതൃ സഹോദരി ലൈല എന്നിവർക്കും പരിക്കേറ്റു. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ലൈലയുടെ നില ഗുരുതരമാണ്. രാത്രി 7:30യോടെയായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 6 അംഗ സംഘം വിഷ്ണുവിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടുകയായിരുന്നു. വെട്ടേറ്റ വിഷ്ണു ഓടിയപ്പോൾ പിന്തുടർന്ന ഗുണ്ടാസംഘം റോഡിൽ വെച്ചും വിഷ്ണുവിനെ പലതവണ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഭവസ്ഥലത്തെത്തിയ പോലീസാണ് വിഷ്ണുവിനെ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിലെത്തി അരമണിക്കൂറിനകം മരണം സംഭവിച്ചു. വിഷ്ണുവിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കവെയാണ് ബിന്ദുവിനും ലൈലയ്ക്കും പരിക്കേറ്റത്. സംഭവത്തിൽ കണ്ണമ്മൂല സ്വദേശി ലല്ലുവിനെ പോലീസ് പിടികൂടി. സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ആക്രമണത്തിന് കാരണം. പ്രദേശത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.